ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിയമമായിരുന്നു അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവമായിരുന്നു PSC പരീക്ഷയുടെ പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ളത് അല്ലേ. ഇപ്പോൾ ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെ നിലവിൽ പരീക്ഷകൾക്ക് അപേക്ഷിക്കാമെന്നൊരു റൂൾ വന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകൾക്കും അത് ബാധകമാണ് താനും. അപ്പോൾ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷനുകൾ, എല്ലാ വിഭാഗ ആളുകൾക്കും എഴുതാൻ കഴിയുന്ന 2 നോട്ടിഫിക്കേഷനുകളാണ്. ഒന്ന് LDCയും മറ്റൊന്ന് LGSും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏജ് റിലാക്സേഷൻ വന്നു, കൂടുതൽ പേർക്ക് അവസരം കിട്ടി, അത് നേരെ തന്നെയാണ്. പക്ഷേ പഠനത്തിൽ ഇടവേള സംഭവിച്ചവർ അല്ലെങ്കിൽ ഈ പ്രായപരിധി കൂടിയവർ 36 വയസ്സിൽ PSCയുടെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ്, ഏജ് ലിമിറ്റ് കഴിഞ്ഞ് കുറേ കാലം ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ 40ലോ 39ലോ അല്ലെങ്കിൽ സംവരണ വിഭാഗക്കാരാണെങ്കിൽ 40ന് പുറത്തോ ഒക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇനി പഠിച്ചു തുടങ്ങുക, റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തായാലും വന്ന അവസരം പാഴാക്കാതെ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് സഹായകരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇൻട്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ ഏജ് റിലാക്സേഷൻ പ്രായപരിധി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇടവേള ബ്രേക്ക് വന്നു അല്ലേ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറവി പോലുള്ള പ്രശ്നങ്ങൾ, ഇനി പഠിച്ചാൽ ശരിയാവുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലേ. ഉയർന്ന പ്രായപരിധിക്കാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. ഒരു കാര്യം ആലോചിക്കുക, നമ്മളിനി മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളിലൊന്ന് LGS ആണ്, വേരിയസ് LGS ആണ്. എനിക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലെ +2 വരെയുള്ളവർക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. 7ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരുപാട് പേര് ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഞാൻ LGSൻ്റെ സിലബസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ LDC ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിനകത്ത് മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ പ്രാദേശിക ഭാഷ ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളെ ആഡ് ഓൺ ചെയ്താൽ മതിയാകും, വേറെ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ LDC ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ടെൻഷൻ ഒന്നും വേണ്ട. ഈ ഒരു സിലബസിൽ ഇല്ലാത്തത് ഇംഗ്ലീഷും മലയാളവും മാത്രമാണ്, അതിനെ കൂടെ ഒന്ന് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാവർക്കും പഠിക്കാൻ ഏജ് റിലാക്സേഷൻ വന്നു എന്ന് കരുതിയിട്ട് അവർക്ക് മാത്രമല്ല എല്ലാ വിഭാഗക്കാർക്കും പഠിക്കാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാനാണിത്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ 150 ദിവസമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 150 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പറയാം, ഒരു 5 മാസം നമുക്ക് പറയാം അല്ലേ. 5 മാസം നമുക്ക് പറയാനായിട്ട് സാധിക്കും. 5 മാസമാണ് ഉള്ളത്, 150 ദിവസം. ഈ 5 മാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മെയ് മാസത്തിലാണ്. ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ബഹളത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ 5 മാസം കൊണ്ട് സിലബസിനെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഈ 5 മാസത്തെ നമ്മൾ അല്ലെങ്കിൽ ഈ 150 ദിവസത്തെ നമ്മൾ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിക്കുന്നത്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നത്. കറണ്ട് അഫെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെയാണ്. അതായത് ലാസ്റ്റ് 1 ഇയറിന്റെ കറണ്ട് അഫെയർ നമ്മൾ പഠിക്കണമല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ അല്ലെങ്കിൽ GKയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ഈ 1ാം ഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി 2ാം ഘട്ടത്തിലാണ് ആഴത്തിലുള്ള പഠനം വരുന്നത്. അതായത് നമ്മൾ ഈ 1ാം ഘട്ടത്തിൽ പഠിച്ച ടോപ്പിക്കുകളുടെയൊക്കെ ഒരു ഇൻഡെപ്ത് അനാലിസിസും ഇനി സയൻസിലെ മറ്റുള്ള വിഷയങ്ങളെ കുറച്ചൊരു കടുപ്പമേറിയ ടോപ്പിക്കുകളെയൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, 2ാം ഘട്ടത്തിലായിരിക്കും. ഇനി 3ാം ഘട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേക വിഷയങ്ങളാണ്. ഈ പ്രത്യേക വിഷയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതുജനാരോഗ്യം, അതുപോലെ തന്നെ കായികം, കലാ, സാഹിത്യം, സംസ്കാരം, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ 3ാം ഘട്ടത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ തീവ്രമായ ഒരു റിവിഷൻ, വളരെ ആഴത്തിലുള്ള ഒരു റിവിഷനും മോക്ക് ടെസ്റ്റുകളും ആയിരിക്കണം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഘട്ടങ്ങളിലായി 150 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും നടത്തി പോകാനായിട്ട് സാധിക്കും. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് നമ്മൾ ഒരു പടി മുന്നെയാണ് എപ്പോഴും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിട്ടുണ്ടാകും. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഈ 150 ദിവസം പഠിക്കേണ്ടത്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുൻപേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ എല്ലാ ദിവസവും 2 ഹാഫായിട്ട് തിരിച്ചിരിക്കുകയാണ്. രാവിലെ ഒരു ഭാഗം, ഉച്ചയ്ക്ക് ശേഷം അടുത്ത ഭാഗം. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഭാഗം, അത് ഈ 4 ഘട്ടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഭാഗം അല്ലെങ്കിൽ 2-ലേതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഗണിതമായിരിക്കണം, അതായത് മാത്സ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്.
ആണ്. പരീക്ഷാ ഹാളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്ന സമയത്തിൽ 1 മണിക്കൂർ മാത്സിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിൽ മാത്സിന് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അപ്പോഴത്തേക്കും മാത്സ് കുറച്ചുകൂടി ഒന്ന് അടിത്തറ ബലപ്പെടുത്താനായിട്ട് പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് ശരിക്കും പറഞ്ഞ് നമ്മൾ വെള്ളം കുടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. മറ്റ് വിഷയങ്ങളോടൊപ്പം ഡെയിലി നമ്മൾ മാത്സ് പരിശീലിക്കാനായിട്ടുള്ള ശ്രമം കൂടി നടത്തുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. ഒന്നാം ദിവസം ഇപ്പോൾ നിങ്ങൾ എന്നാണോ തുടങ്ങുന്നത്, ഇപ്പോൾ ഇന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇന്നാണ് നിങ്ങളുടെ 1-ാം ദിവസം, നാളെയാണെങ്കിൽ നാളെയാണ് നിങ്ങളുടെ 1-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം കേട്ടോ. രാവിലെ ഫസ്റ്റ് ഹാഫിൽ GK തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ GK പഠിച്ചിട്ട് ഫസ്റ്റ് ഹാഫിൽ മാത്സ് വേണമെങ്കിൽ പഠിക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ GK സയൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കണം പഠിക്കുന്നത്. അതായത് 1-ാം ദിവസം നമ്മൾ ഇന്ത്യയിലെ നദികളും അതുപോലെ ഇന്ത്യയുടെ അതിർത്തികളെയും പറ്റി പഠിക്കുക. ഓക്കെ, ഇന്ത്യയിലെ നദികളെ പറ്റിയും, അത് ഹിമാലയൻ നദികളായിക്കോട്ടെ, ഉപദ്വീപീയ നദികളായിക്കോട്ടെ, പിന്നെ ഇന്ത്യയുടെ അതിർത്തികൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനി 2-ാം ഹാഫിൽ നമ്മൾ മാത്സ് ആണ്. ഡെയിലി നമ്മൾ മാത്സ് പഠിക്കുക. അത് നമ്മുടെ സ്റ്റഡി പ്ലാനിലെ നമ്മുടെ ഏറ്റവും വലിയ മോട്ടോ ആണ്, ഡെയിലി നമ്മൾ മാത്സ് പഠിക്കും എന്നുള്ളത്. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മൾ എവിടെ പഠിക്കുക? 1-ാം ദിവസം പഠിക്കുക. അപ്പോൾ 1-ാം ദിവസം അവിടെ കഴിഞ്ഞല്ലോ. ഇനി ഡേ 2 ആണ്. 2-ാം ദിവസം നമ്മൾ എന്ത് പഠിക്കണം? 2-ാം ദിവസം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചു തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ പറ്റി, അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ 2-ാം ദിവസം പഠിക്കുന്നു. അന്നേ ദിവസം മാത്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സംഖ്യകളോ അടിസ്ഥാന ക്രിയകളോ 1-ാം ദിവസം നമ്മൾ പഠിച്ച് പകുതിക്ക് വെച്ചിരിക്കുക. അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരാൻ പോകണില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ബിഗിനിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം നോക്കുന്നത് അല്ലേ. ഒറ്റ ദിവസം കൊണ്ട് മാത്സിൻ്റെ ഒരു ടോപ്പിക്കൊന്നും നമ്മൾ പഠിക്കുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ അടിസ്ഥാന ക്രിയകളും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതിൻ്റെ തുടർച്ച, അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ 2-ാം ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി 3-ാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് അതിൻ്റെ ആരംഭ ദശ തൊട്ട് 1857 കലാപം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി മാത്സിൽ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ലസാഗു പഠിക്കും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ. നമ്മൾ LCM നമ്മൾ പഠിക്കും. LCM ഒക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കാം. ഇനി ഡേ 4, 4-ാം ദിവസം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? 4-ാം ദിവസം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണങ്ങൾ, നമ്മുടെ പരീക്ഷകൾക്കൊക്കെ, പ്രത്യേകിച്ചും LGS LDC ലെവലിലുള്ള പരീക്ഷകൾക്കൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, വിവിധ സമ്മേളനങ്ങൾ, അതിൻ്റെ അധ്യക്ഷത വഹിച്ച ആളുകൾ, അതിലെ തീരുമാനങ്ങൾ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും പരീക്ഷകൾക്ക് വരുന്നതാണ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ 4-ാം ദിവസം നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നീടോ മാത്സിന്റെ ടോപ്പിക്കിൽ നമ്മൾ HCF പഠിക്കും, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മുടെ ഉസാഖയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി 5-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഗാന്ധിജിക്ക് മുൻപുള്ള സമരങ്ങൾ. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഗാന്ധിജിക്ക് മുൻപും ഗാന്ധിജിക്ക് ശേഷം, അല്ലെങ്കിൽ ഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്ന സമരങ്ങൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗാന്ധിക്ക് മുമ്പുള്ള സമരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒപ്പം മാത്സിൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് കൂടി പഠിക്കും. ഭിന്നസംഖ്യകളെക്കുറിച്ച്, അതിൻ്റെ 4 ക്രിയകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവിടെ പഠിക്കും. ഇനി ഡേ 6, 6-ാം ദിവസമോ ഗാന്ധി യുഗം, അതായത് ചമ്പാരൻ സമരം മുതൽ ഖിലാഫത്ത് പ്രസ്ഥാനം വരെയുള്ള കാര്യങ്ങളെ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ 6-ാം ദിവസം നമ്മൾ പഠിക്കും. മാത്സിൽ നമ്മൾ ആ ദിവസം എന്താ പഠിക്കുന്നത്? ദശാംശ സംഖ്യകൾ, ഡെസിമൽസിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ 6 ദിവസം നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ വിവിധ വിഷയങ്ങൾ പഠിച്ചു അല്ലേ. GKയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും പഠിച്ചു. മാത്സിൽ പല ടോപ്പിക്കുകൾ, നമ്മളെ ഇനിഷ്യൽ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി 7-ാം ദിവസം അടുത്ത ടോപ്പിക്കാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. നമുക്കറിയാം, ആഴ്ചകൾ തോറും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി റിവിഷൻ നടത്തണം, ആഴ്ചകളും റിവിഷൻ നടത്തണം. അപ്പോൾ ഒരാഴ്ച പഠിച്ചത് 6 ദിവസം പഠിച്ചതിനെ നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കണ്ടേ? അപ്പോൾ റീകോൾ ചെയ്തെടുക്കാനായിട്ട് 7-ാം ദിവസം നമ്മൾ റിവിഷൻ നടത്തുക. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇതുവരെ പഠിച്ച GK ടോപ്പിക്കുകളുടെ റിവിഷൻ നടത്തുക. സെക്കൻഡ് ഹാഫ് അതുവരെ പഠിച്ച മാത്സിന്റെ റിവിഷൻ നടത്തുക. ഒപ്പം ആ ടോപ്പിക്കുകളിലെ PYQ കൂടി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മറ്റുള്ള വിഷയങ്ങൾക്ക് PYQ വേണ്ടെന്നല്ല, പക്ഷെ മാത്സിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എത്രത്തോളം ചോദ്യ മാതൃകകൾ നമ്മൾ പരിശീലിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സ്പീഡ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ
നമ്മൾ എത്രത്തോളം വേഗത്തിൽ അല്ലേ, നമുക്ക് പരീക്ഷ ഹാളിൽ 90 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. നമുക്ക് ഏറ്റവും സ്പീഡിൽ കണക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 7 ദിവസം, അപ്പോൾ നമ്മുടെ 150 ദിവസത്തിലെ ആദ്യ 7 ദിവസം എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലേ. ഇനി ബാക്കി നമുക്ക് 143 ദിവസങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെ പഠിക്കണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ടിപ്പുകൾ, ഈ ഒരു പഠനവേളയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ടിപ്പുകൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു PDF ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻ്റ് ആയിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൊക്കെ ചോദിക്കും. ആ പേരൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈം ടേബിൾ, ഈ 150 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ 150 ദിവസത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഇതുപോലെ തന്നെ ടേബിളൊക്കെ വരച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ റിവിഷന് സമയം, മോക്ക് ടെസ്റ്റിന് സമയം. ഇനി 150 ദിവസം നിങ്ങൾ പഠനത്തിൽ സ്വീകരിക്കേണ്ട ആ ഒരു ടിപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി ഞാനൊരു അഡീഷണൽ ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞു റിവിഷനാണ്, പിന്നെ ഒന്ന് മോക്ക് ടെസ്റ്റ് ആണ്, പിന്നെ PYQ ആണ്, അടുത്തത് SCERT ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. SCERT പാഠപുസ്തകങ്ങൾ പഴയതും പുതിയതും പഠിക്കണം. നമുക്കറിയാം പഴയതിലുള്ള പല കാര്യങ്ങളും പുതിയതിലില്ല, പുതിയതിലുള്ളത് പഴയതിലുമില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കുറേ അധികം കാലം ക്ലബ് ചെയ്തുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ നോക്കുക. നമ്മുടെ അതുപോലെ തന്നെ ആ ഒരു സ്ഥിരത, കൺസിസ്റ്റൻസി പഠനത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇന്ന് പഠിച്ചു, നാളെ പഠിച്ചില്ല, അടുത്ത ദിവസം പഠിച്ചു, അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു അടുക്കും ചിട്ടയില്ലാത്ത പഠന രീതി കൊണ്ടുവരാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഠനത്തിൽ ഒരു അടുക്കും ചിട്ടയും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക. SCERT പാഠപുസ്തകങ്ങൾ നോക്കുക. കറണ്ട് അഫെയർ ഡെയിലി പത്രം വായിക്കാൻ ശ്രമിക്കുക. പത്രം വായിച്ചാൽ നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കറണ്ട് അഫെയർ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് കാണാം, ടെലഗ്രാം കമ്മ്യൂണിറ്റീസ് ഫോളോ ചെയ്യാം, മന്ത്ലി PDFകൾ, കറണ്ട് അഫെയറിൻ്റെ PDFകളൊക്കെ കിട്ടും, അത് വായിച്ചു നോക്കാം. അങ്ങനെ എന്ത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മാത്സ് നമുക്കൊരു LGS ലെവലിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചേക്കുന്നത്. അതിപ്പോൾ LGS ആയാലും LDC ആണെങ്കിലും ഫോഴ്സ് പരീക്ഷയാണെങ്കിലും ഏതാണെങ്കിലും മാത്സിന് മാക്സിമം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. ഡെയിലി മാത്സ് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഡെയിലി എത്ര മണിക്കൂർ മാറ്റി വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സിന് നിർബന്ധമായിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കണം. മറ്റ് GK വിഷയങ്ങൾക്ക് ഒരു 2 മണിക്കൂറും, അങ്ങനെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഡെയിലി ഒരു 3 to 4 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറിന് ഒറ്റ സ്ട്രെച്ചിലെടുക്കാൻ ഞാൻ പറയില്ല. അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. ഒറ്റ അടിക്കിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന ആ ഒരു പ്രവണത നിങ്ങളങ്ങ് മാറ്റിക്കോ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ബിഗിനിങ് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ കിട്ടിയവർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഗ്യാപ്പ് എടുത്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയാം. അതായത് ഒരു 20 മിനിറ്റ് പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക, ഒന്ന് ഇറങ്ങി നടന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരിക, പിന്നെ അടുത്തൊരു 20-25 മിനിറ്റ് പഠിക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ ഒരു പഠനത്തെ കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ ഒറ്റയടിക്കിരുന്ന് പഠിക്കാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന കുറഞ്ഞ സമയം 20 മിനിറ്റും മാക്സിമം സമയം 45 മിനിറ്റുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നൊന്നും പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ കുത്തിയിരുന്ന മണിക്കൂറുകളോളം ഒറ്റ സ്ട്രെച്ചിനിരുന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്നവർക്ക് അത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് റീകോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യവും ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പ്രയോഗിക്കുക. അപ്പോൾ മറക്കണ്ട, ഈ സ്റ്റഡി ടൈം ടേബിളിൻ്റെ പൂർണ്ണ രൂപം വിത്ത് സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് പ്രായപരിധി ഉയർത്തിയവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയി ചെയ്തതാണെങ്കിലും നിങ്ങൾ PSC പഠനം തുടങ്ങിയ ഒരാൾ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ബിഗിനിങ് ലെവലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒന്ന് സ്ട്രാറ്റജി മാറ്റി പിടിക്കണം, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണം, അങ്ങനെ ഏത് കാറ്റഗറിയിൽ പെട്ടവരായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉപകാരപ്രദമാകും. അപ്പോൾ കമൻറ്റ് ബോക്സിലെ ലിങ്കിൻ്റെ കാര്യം മറക്കണ്ട. സ്റ്റഡി ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള 5 മാസം നമ്മൾ കഠിനമായി പരിശ്രമിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പഠിച്ച് റിവിഷൻ ചെയ്യാനായിട്ട്, അതായത് മറ്റുള്ളവർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും ഇപ്പോഴേ എല്ലാവർക്കും നേരെയാണ്. നന്നായി തന്നെ പഠിക്കുക.
നോ മാറ്റർ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മളാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിക്കുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്